എക്സാലോജിക്കിന് CMRL പണം നൽകിയത് അഴിമതി തന്നെയെന്ന് SFIO. തടസ്സമില്ലാത്ത പ്രവർത്തനത്തിനാണ് പണം നൽകിയതെന്ന് SFIO ദില്ലി ഹൈക്കോടതിയെ അറിയിച്ചു. വായിച്ചോളൂ. നികുതി രേഖകൾ SFIOയ്ക്ക് കൈമാറിയത് നിയമപരമെന്ന് ആദായ നികുതി വകുപ്പും വ്യക്തമാക്കി. SFIO അന്വേഷണത്തിനെതിരായ CMRLന്റെ ഹർജി ദില്ലി ഹൈക്കോടതി വിധി പറയാൻ മാറ്റി. ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജ് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് ശ്യാം ദേവരാജ്. എക്സാലോജിക്കിന് CMRL പണം നൽകിയത് അഴിമതി തന്നെയാണ് എന്ന് SFIO എന്ന ഏജൻസിയും കണ്ടെത്തുകയാണ്. അത് അവർക്ക് കൃത്യമായി കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നതിനാണ് എന്നതും അവർ ബോധ്യപ്പെടുത്തുകയല്ലേ കോടതിയെ? സുജയപാർവതി, അങ്ങനെ തന്നെയാണ്. ആദ്യം ജിതിനച്ചന് മെറി ക്രിസ്മസ്, അതിനുശേഷം വാർത്തയിലേക്ക് വരാം. ഈ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയാണ്, വീണ തൈക്കഡ്ഡിയുടെ കമ്പനിയാണ് എക്സാലോജിക്ക്. CMRL എക്സാലോജിക് കമ്പനിയുടെ വിവാദ ഇടപാട്, സാമ്പത്തിക ഇടപാടുകൾ വളരെ വലിയ വിവാദമായിരുന്നു. ഇക്കാര്യത്തിൽ SFIO അന്വേഷണം ആവശ്യപ്പെട്ട് നേരത്തെ ഷോൺ ജോർജ്, BJP നേതാവ് ഷോൺ ജോർജാണ് കോടതിയെ സമീപിച്ചിരുന്നതും ആദ്യം SFIOയെ സമീപിച്ചിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് SFIO അന്വേഷണം അത് പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകിയത്. ഇതിനെതിരെ CMRL നൽകിയ ഹർജിയാണ് ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്നത്. അതിലാണ് വാദം പൂർത്തിയാക്കി വിധി പറയാൻ മാറ്റിയത്. ഇത് SFIO ഇന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയ ഒരു കാര്യം, ഈ എക്സാലോജിക്കിന് CMRL പണം നൽകിയത് അഴിമതി തന്നെയാണ് എന്ന കാര്യമാണ് SFIOയ്ക്ക് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അഭിഭാഷകൻ ഡൽഹി ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. തടസ്സമില്ലാത്ത പ്രവർത്തനത്തിനാണ് CMRL ഈ രീതിയിൽ പണം കൈമാറിയത്. ഇത് അഴിമതിയാണ്. അത് പല രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഉൾപ്പെടെ പണം കൈമാറിയിരുന്നു. ഇത് അഴിമതിയുടെ ഭാഗമായാണ് ഇങ്ങനെ പണം കൈമാറിയതെന്നാണ് SFIO അറിയിക്കുന്നത്. മാത്രമല്ല, ഇത് നികുതി സംബന്ധിച്ച രേഖകൾ കൈമാറിയത് നിയമപരമാണോ എന്നൊരു ചോദ്യം ഹൈക്കോടതിയുടെ മുന്നിലുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ നിയമപരമായാണ് ഈ രേഖകൾ കൈമാറിയതെന്നാണ് കേന്ദ്ര ആദായ നികുതി വകുപ്പ് ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചതും. കാരണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്നത് നിയമപരമായ ഒരു അന്വേഷണ ഏജൻസിയാണ്. അത് ആദായ നികുതി വകുപ്പിൻ്റെ കീഴിൽ വരുന്ന ഒരു ഏജൻസി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലുള്ള SFIOയ്ക്ക് ഈ രീതിയിൽ രേഖകൾ കൈമാറാൻ, ആദായ നികുതി സംബന്ധിച്ച രേഖകൾ കൈമാറാൻ നിയമപരമായി തന്നെ കഴിയും. അതിൽ നിയമപരമായി തന്നെയാണ് ഈ രേഖകൾ കൈമാറിയത് എന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും അറിയിക്കുകയാണ്. താങ്ക് യു ശ്യാം ദേവരാജ്. ശ്യാം ദേവരാജ് നേരത്തെ അച്ഛനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ശ്യാം, എങ്ങനെയുണ്ട്? നമ്മുടെ ലീഗൽ കറസ്പോണ്ടന്റ് ആണ്. ശ്യാം, എങ്ങനെയുണ്ടായിരുന്നു അച്ഛന്റെ പെർഫോമൻസ്? അച്ഛൻ്റെ പാട്ട് കേട്ട് ഞങ്ങളെല്ലാം കൂടി ഇങ്ങനെ താഴെ ഡെസ്കിലിരുന്ന് അതിനൊപ്പം തുള്ളുകയും സന്തോഷിക്കുകയും ഒക്കെയാണ്. ഇനിയും വരുന്നുണ്ട്. ആഘോഷത്തിലേക്ക് നമ്മളിങ്ങനെ കടന്നു പോകുമ്പോഴത്തേക്ക് അതിന്റെ എല്ലാ വൈബിലുമാണ് ജിതിനച്ചൻ ആഘോഷം. അപ്പോ ഇനി കൂടുതൽ പൊളി വൈബിലേക്ക് കൊണ്ടുപോകാൻ അച്ഛൻ പൊളിയാണ്, മാസാണ് എന്നുള്ളതാണ് കമന്റ്സും വരുന്നത്. നമുക്ക് ഒരു വാർത്ത കൂടി എടുക്കണം. താങ്ക് യു ശ്യാം. അപ്പോൾ ഡെസ്കിലേക്ക് വെക്കോളൂ. അവിടെ നമ്മുടെ കൂട്ടുകാർക്കൊപ്പം ആടിപ്പാടി നമുക്ക് ഈ ഒരു ക്രിസ്മസ് ആഘോഷത്തിന് നമ്മൾ തുടക്കം ഇട്ട് കഴിഞ്ഞു, തിരി കൊളുത്തി കഴിഞ്ഞു. ഇനി അങ്ങോട്ട് അതങ്ങോട്ട് കത്തി കയറും.